പ്രധാനപ്പെട്ട തിയറങ്ങളിൽ വരുന്ന 2 തിയറംസാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തോടു കൂടി ഇത് ശ്രദ്ധിക്കാം. മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറം ആൻഡ് ബൊൾസാനോ-വയർസ്ട്രസ് തിയറം. സോ ആദ്യം നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറാണ്. അതിന് നമുക്ക് ആവശ്യമുള്ള ഒരു ടേമാണ് പീക്ക് എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പീക്ക് എലമെൻ്റ് എന്ന് നമുക്ക് നോക്കാം. സീക്വൻസ് എക്സ് എൻ ഇസ് എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതിലുള്ള ഒരു എലമെൻറ്റ് എക്സ് എം ഇസ് സെഡ് ടു ബി എ പീക്ക് എലമെൻറ്റ് ഇഫ് എക്സ് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. അതായത് നമ്മുടെ സീക്വൻസിലുള്ള ഒരു എലമെൻ്റാണ്. ഇപ്പം ഞാൻ സീക്വൻസ് ഏതാണെന്ന് പറയുന്നില്ല, ഞാനിപ്പോൾ പ്ലോട്ട് ചെയ്യുന്നത് x1 x2 x3 അങ്ങനെയാണെന്ന് വിചാരിക്കാം. സോ ദിസ് ഈസ് x1 x2 x3 then x4 x5 x6 x7 x8 ഇതിങ്ങനെ പോവുകയാണെന്ന് കരുതുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ x3 കഴിഞ്ഞ് വരുന്ന ആരും x3യേക്കാളും വലുതാവുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് x3 ഈസ് എ പീക്ക് എലമെൻറ്റ്. ഇതുപോലെ ദിസ് ഇസ് x4. ഈ x4 കഴിഞ്ഞ് വരുന്ന ആരും x4നേക്കാളും വലുതാവുന്നില്ല. x3 x4നേക്കാൾ വലുതാണ്, പക്ഷെ അത് x4ന് മുമ്പാണ്. x4 കഴിഞ്ഞ് വരുന്നവരൊന്നും x4നേക്കാളും വലുതല്ല, ഇപ്പം ഞാൻ പ്ലോട്ട് ചെയ്തത് പ്രകാരം. അപ്പോൾ x4ഉം ഒരു പീക്ക് എലമെൻ്റാണ്. ദെൻ ഓക്കെ, ഈ x5ഉം ഞാൻ പ്ലോട്ട് ചെയ്തത് പ്രകാരം ഇപ്പോൾ ഇവിടെ x5ഉം പീക്ക് എലമെൻ്റാണ്. കാരണം x5 കഴിഞ്ഞ് വരുന്നവരാരും x5നെ എക്സീഡ് ചെയ്യുന്നില്ല. പക്ഷേ x6ൻ്റെ കാര്യം നോക്കുക. x7 x8 ഇവരെല്ലാം x6നേക്കാളും വലിയവരാണ്. സോ ദിസ് ഇസ് നോട്ട് എ പീക്ക് എലമെൻറ്റ്. ഞാനിവിടെ പ്ലോട്ട് ചെയ്ത ഇവരൊക്കെ പീക്ക് എലമെൻറ്റ്സ് ആണ്, പക്ഷേ x6 ഒരു പീക്ക് എലമെൻ്റ് അല്ല. അതുപോലെ x7ഉം ഒരു പീക്ക് എലമെൻ്റ് അല്ല. x8 ഇറ്റ് മേ ബി എ പീക്ക് എലമെൻറ്റ്. കൃത്യമായിട്ട് എനിക്ക് ആർബിട്രറി ആയിട്ട് വരച്ചതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തമില്ല. എനിവേ ഇതൊരു പീക്ക് എലമെൻ്റാണ്. ഇങ്ങനെ xm എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് അത് കഴിഞ്ഞു വരുന്ന എല്ലാവരേക്കാളും വലുതോ അല്ലെങ്കിൽ ഈക്വലോ ആണെങ്കിൽ അതിനെ നമ്മളൊരു പീക്ക് എലമെൻ്റ് എന്ന് വിളിക്കും. ഓർ എക്സ് എം കഴിഞ്ഞ് വരുന്ന xm+1 xm+2 എക്സെട്ര ഇനി വരുന്നവരാരും xmനേക്കാൾ വലുതാവുന്നില്ലെങ്കിൽ അതൊരു പീക്ക് എലമെൻ്റ് ആണ്. ഇതാണ് പീക്ക് എലമെൻറ്റിൻ്റെ ഡെഫിനിഷൻ. സോ xm is never exceeded by any term that follows it in the sequence. ഇനിയിപ്പോൾ നമുക്ക് നോട്ട് ചെയ്യാം, നമ്മുടെ സീക്വൻസ് ഒരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ് ആണെന്ന് കരുതുക. ഇൻക്രീസിങ് സീക്വൻസ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ ഇപ്പോൾ x1 എടുത്തു, x1 കഴിഞ്ഞ് വരുന്ന എല്ലാവരും x1നേക്കാളും വലിയവരാണ്. x2 അത് കഴിഞ്ഞ് വരുന്ന എല്ലാവരും x2നേക്കാൾ വലിയവരാണ്. x3 കഴിഞ്ഞ് വരുന്നവരെല്ലാം x3യേക്കാൾ വലിയവരാണ്. അങ്ങനെ ഏത് എലമെൻ്റ് എടുത്താലും അത് കഴിഞ്ഞ് വരുന്നവരെല്ലാം ആ എലമെൻറ്റിനേക്കാളും വലുതാണ് ഇൻക്രീസിങ് സീക്വൻസിൻ്റെ കേസിൽ. സോ ഒരു ഇൻക്രീസിങ് സീക്വൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എലമെൻറ്റും പീക്ക് എലമെൻ്റ് അല്ല. നോ ടേം ഈസ് എ പീക്ക്. നേരെ മറിച്ച് നമ്മുടെ കയ്യിലുള്ളതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് കരുതുക. ഡിക്രീസിങ്, സ്ട്രിക്ട്ലി ഡിക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ, ദെൻ അതിൻ്റെ താഴെയേ ഇനി വരുന്ന ആൾക്കാർ വരുള്ളൂ. സോ ദിസ് ഈസ് എ പീക്ക് എലമെൻറ്റ്. അതുപോലെ അടുത്ത എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും ഇനി വരുന്നവരെല്ലാം ഇതിലും ചെറിയവരായിരിക്കും അല്ലെങ്കിൽ ഈക്വലായി പോകുന്നവരായിരിക്കും. സോ ദിസ് ഈസ് എ പീക്ക് എലമെൻറ്റ്. അങ്ങനെ ഓരോ ടേമും ഒരു പീക്ക് എലമെൻ്റ് ആയിരിക്കും. ഇൻക്രീസിങ് സീക്വൻസിന് ഒരു ടേമും പീക്ക് എലമെൻ്റ് ആവില്ല. ഡിക്രീസിങ് സീക്വൻസിന് എല്ലാ ടേമും പീക്ക് എലമെൻ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറം എന്താണെന്ന് നോക്കാം. Monotone subsequence theorem says that if sequence xn is a sequence of real numbers, then there is a subsequence of x that is monotone. ഏത് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്താലും അതിനൊരു മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ടായിരിക്കും എന്നാണ് മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറം പറയുന്നത്. ഫോർ എവറി റിയൽ സീക്വൻസ് ദർ എക്സിസ്റ്റ് എ മൊണോട്ടോൺ സബ്സീക്വൻസ്. ഓക്കെ, സോ നമുക്കിനി ഇത് പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യാനായിട്ട്
നമ്മൾ 2 കേസുകളായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഒന്നാമത്തെ കേസ്, നമ്മൾ എടുത്തിരിക്കുന്ന സീക്വൻസിന് ഇൻഫിനിറ്റ്ലി മെനി പീക്സ് ഉണ്ടാവാം, ഡിക്രീസിങ് സീക്വൻസിൻ്റെ പോലെ, അല്ലെങ്കിൽ ഇവൻച്വലി ഡിക്രീസിങ് സീക്വൻസിൻ്റെ പോലെ. ഇനി അതൊന്നും അല്ലെങ്കിലും പലപ്പോഴും ഈ ഡിക്രീസിങ് ആവണമെന്ന് നിർബന്ധമില്ല ഇൻഫിനിറ്റ്ലി മെനി പീക്സ് ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 1 2 3 4 1 2 3 4 1 2 3 4 അങ്ങനെ ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ 1ഉം നമുക്കൊരു പീക്ക് എല്ലാ 4ഉം നമുക്കൊരു പീക്ക് എലമെൻ്റ് ആയിരിക്കും. 1 2 3 4 1 2 3 4. ഇപ്പോൾ 4നേക്കാൾ വലുതായിട്ട് ആരും അവിടെ വരുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാ 4ഉം അവിടെ പീക്ക് എലമെൻ്റ് ആയിരിക്കും. സോ എക്സ് ക്യാൻ ഹാവ് ഇൻഫിനിറ്റ്ലി മെനി പീക്സ്. അതുപോലെ എക്സിന് ഫൈനൈറ്റ്ലി മെനി പീക്സ് ഉള്ള കേസും വരാം. ചിലപ്പോൾ ഒരു പീക്ക് എലമെൻറ്റ് പോലും ഇല്ലാത്ത കേസും വരാം. അപ്പോൾ അത് രണ്ടും, ഒരു പീക്കും ഇല്ല എന്ന് പറയുമ്പോൾ 0 പീക്സ് ആണുള്ളത്, അതായത് ഫൈനൈറ്റ്ലി മെനി പീക്സ് ആണുള്ളതെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ ഫസ്റ്റ് കേസ് ഇസ് ദാറ്റ് എക്സ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി പീക്സ് ആൻഡ് ദ സെക്കൻഡ് കേസ് ഈസ് ദാറ്റ് എക്സ് ഹാസ് ഓൺലി ഫൈനൈറ്റ്ലി മെനി പീക്സ്. ഇങ്ങനെ 2 കേസുകൾ എടുത്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് കേസ് നോക്കുക. സപ്പോസ് എക്സ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി പീക്സ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ പീക്ക് എലമെൻസിനെ നമ്മൾ സഫിക്സിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് ഞാൻ ആദ്യം x1 എന്ന് പറയുന്ന എലമെൻ്റ് എടുക്കുന്നു. ഈ x1 ഒരു പീക്ക് എലമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. x1 പീക്ക് എലമെൻ്റ് ആണെങ്കിൽ നമ്മൾ x1നെ സേ xn1 എന്ന് എടുക്കണം. ദെൻ x2 ഒരു പീക്ക് എലമെൻ്റ് ആണോ നോക്കണം. x2 പീക്ക് എലമെൻ്റ് ആണെങ്കിൽ xn2 ആയിട്ട് നമ്മൾ x2വിനെ എടുക്കും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ x3യെ നോക്കും. x3 പീക്ക് എലമെൻ്റ് ആണോ, അങ്ങനെയാണെങ്കിൽ അതായിരിക്കും xn2 ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി x2ഉം x3യും പീക്ക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ വി വിൽ ചെക്ക് x4 പീക്ക് എലമെൻ്റ് ആണെങ്കിൽ xn2 ആയിട്ട് x4 എടുക്കണം. അങ്ങനെ പീക്ക് എലമെൻറ്റ്സിനെ മാത്രം നമ്മൾ പിക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ സഫിക്സിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇവിടെ xm1, ഞാൻ xn1 എന്നല്ല xm1 ആണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. xm1, xm2, xm3, etc. xmk where the suffixes are in the increasing order. അതായത് m1 is less than m2, less than m3, less than etc. ഇതാണ് നമ്മുടെ ഓർഡർ. ഇതിൽ xm1 എന്ന് പറയുന്നത് ഒരു പീക്ക് എലമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ xm1 കഴിഞ്ഞ് വരുന്ന എല്ലാവരും ഒന്നുകിൽ xm1നേക്കാൾ ചെറുതാണ് അല്ലെങ്കിൽ ഈക്വൽ ആവാം. എനിവേ xm1 കഴിഞ്ഞ് വരുന്ന ഒരു എലമെൻ്റാണ് നമ്മുടെ xm2 എന്ന് പറയുന്നത്. കാരണം നമ്മൾ xm1ന് ശേഷമാണ് ഇവിടെ m2 വന്നിരിക്കുന്നത്. സോ xm1 ഒരു പീക്ക് എലമെൻ്റ് ആയതുകൊണ്ട് xm1 കഴിഞ്ഞു വരുന്ന എല്ലാവരും xm1നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും. അപ്പോൾ xm2 എന്ന് പറയുന്നത് xm1 കഴിഞ്ഞു വരുന്ന ഒരാളായതുകൊണ്ട് xm2 വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു xm1 ഓർ xm1 വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു xm2. ഓക്കെ, ഇതുപോലെ xm2 എന്ന് പറയുന്നതും ഒരു പീക്ക് എലമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ xm2 കഴിഞ്ഞ് വരുന്ന ആരും xm2വിനേക്കാൾ വലുതാവില്ല. xm2ന് ശേഷം വരുന്നയാളാണ് xm3 എന്ന് പറയുന്നത്. സോ ഈ xm3 cannot exceed xm2. അപ്പോൾ xm2 will be greater than or equal to xm3. ഇതുപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? xm1 greater than xm2, greater than xm3, greater than etc. xmk etc. സോ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഡിക്രീസിങ് സബ്സീക്വൻസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എക്സിന് ഒരു ഡിക്രീസിങ് സബ്സീക്വൻസ് ഉണ്ടെന്ന് കിട്ടി. ഡിക്രീസിങ് മീൻസ് ഇറ്റ് ഇസ് മോണോട്ടോൺ. സോ ഇൻ ദിസ് കേസ് എക്സ് ഹാസ് എ മോണോട്ടോൺ സബ്സീക്വൻസ്. എക്സിന് ഇൻഫിനിറ്റ്ലി മെനി പീക്സ് ആണ് ഉള്ളതെങ്കിൽ അതിന് എന്തായാലും മോണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. എക്സ് ഹാസ് ഫൈനൈറ്റ്ലി മെനി പീക്സ്. എക്സിന് ഫൈനൈറ്റ്ലി മെനി പീക്സേ ഉള്ളൂ, ചിലപ്പോൾ ആരും ഇല്ലാതിരിക്കുകയും ചെയ്യാം. ഇൻ ദിസ് കേസ് നമ്മളിപ്പോഴും ചെയ്യാൻ പോകുന്നത് പീക്ക് എലമെൻസിനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യാണ്. പക്ഷേ ഇവിടുത്തെ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൈറ്റ്ലി മെനി ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ xm1, xm2, xm3 എക്സെട്ര എന്ന് പറഞ്ഞു പോവില്ല, അത് എവിടെയോ വെച്ച് അവസാനിക്കുന്നുണ്ട്. സോ സേ xm1, xm2, എക്സെട്ര xmr 6 പീക്സ് ആണ് ഈ സീക്വൻസിനുള്ളതെന്ന് വിചാരിക്കാം.
ഒരു 10 പീക്കാണുള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ XM1, XM2 എക്സെട്ര XM10 ആവുമ്പോൾ അത് അവസാനിച്ചു. ഇനി ഒരൊറ്റ എലമെൻറ്റ് പോലും പീക്ക് എലമെൻ്റ് അല്ല. ഓക്കെ, ഇവിടെ ഞാൻ ജനറലായിട്ട് പറയുന്നത് കൊണ്ട് XMR എന്ന് വിളിക്കുകയാണ്. സോ ദ പീക്ക് എലമെൻറ്റ്സ് ആർ XM1, XM2 എക്സെട്ര XMR. XMR ആണ് നമ്മുടെ സീക്വൻസിൽ നമുക്ക് കിട്ടുന്ന അവസാനത്തെ പീക്ക് എലമെൻറ്റ്. ഇനി വരുന്നവരാരും XMRന് ശേഷം നമ്മുടെ സീക്വൻസിലുള്ളവരാരും പീക്ക് എലമെൻറ്റ്സ് അല്ല. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് ഈ MR എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ +1നെ S1 എന്ന് വിളിക്കുകയാണ്. XMR +1. സോ സപ്പോസ് ദിസ് MR എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ 99 ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ S1നെ 100 ആയിട്ട് എടുക്കും. അപ്പോൾ X99 ആണ് നമ്മുടെ സീക്വൻസിലുള്ള അവസാനത്തെ പീക്ക് എലമെൻറ്റ്. S1 എന്ന് പറയുന്ന പൊസിഷനിലുള്ള XS1 എന്ന് പറയുന്നത് ഒരു പീക്ക് എലമെൻ്റ് ആയിരിക്കില്ല. ഓക്കെ, XS1 ഇസ് നോട്ട് എ പീക്ക് എലമെൻറ്റ് ഇൻ X. എപ്പോഴാണ് പീക്ക് എലമെൻ്റ് ആവുക? XS1ന് ശേഷം വരുന്ന എല്ലാവരും XS1നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ, XS1നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് XS1 പീക്ക് എലമെൻ്റ് ആവുകയുള്ളൂ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് XS1 ഈസ് നോട്ട് എ പീക്ക് എലമെൻറ്റ്. പീക്ക് എലമെൻ്റ് അല്ല എന്ന് പറയുമ്പോൾ XS1ന് ശേഷം വരുന്ന ഏതോ ഒരു ടേം XS1നേക്കാൾ വലുതായിരിക്കും. സോ there exists some S2 greater than S1 such that XS2 is greater than XS1. ഓക്കെ, അപ്പോൾ സേ S2 എന്ന് പറയുന്നത് ഒരു 105 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ XS1 പീക്ക് എലമെൻ്റ് അല്ല. അപ്പോൾ അതിനേക്കാളും വലിയ ആരോ അതിന് ശേഷം വരുന്നുണ്ട്. ആ വന്നയാളാണ് XS2. ഈ XS2വും ഒരു പീക്ക് എലമെൻ്റ് അല്ല, ബിക്കോസ് ലാസ്റ്റ് പീക്ക് എലമെൻ്റ് 99th പൊസിഷനിലുള്ള ആളാണ്. സോ ഈ XS2 എന്ന് പറയുന്നതും പീക്ക് എലമെൻ്റ് അല്ല. മീൻസ് XS2വിന് ശേഷം XS2വിനേക്കാളും വലിയ ആരോ ഉണ്ട്. സോ there is some S3 greater than S2 such that XS3 greater than XS2. വീണ്ടും XS3 എന്ന് പറയുന്നതും ഒരു പീക്ക് എലമെൻ്റ് അല്ല. അതായത് S3ക്ക് ശേഷം ഏതോ ഒരു S4 വരുന്നുണ്ട് such that XS4 is greater than XS3. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. സോ വി വിൽ ഗെറ്റ് എ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സബ്സീക്വൻസ് S1 less than S2 less than S3 etc. of natural numbers such that XS1 is less than XS2 less than XS3 less than etc. Means ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സീക്വൻസ് XSK എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻക്രീസിങ് സബ്സീക്വൻസ് ഓഫ് എക്സ്. എക്സിനൊരു ഇൻക്രീസിങ് സബ്സീക്വൻസ് ഉണ്ട്. ഇൻക്രീസിങ് ആണെങ്കിൽ അത് മോണോട്ടോൺ ആണ്. സോ എക്സിന് ഇവിടെ വീണ്ടും ഒരു മോണോട്ടോൺ സബ്സീക്വൻസ് കിട്ടി. സോ രണ്ട് കേസിലും എക്സിന് നമുക്ക് മോണോട്ടോൺ ആയിട്ടുള്ള സബ്സീക്വൻസ് കിട്ടുന്നുണ്ട്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എവരി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഹാസ് എ മോണോട്ടോൺ സബ്സീക്വൻസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത റിസൾട്ടിലേക്ക് കടക്കുകയാണ്. നമ്മൾ എത്ര കാലം മാത്തമാറ്റിക്സ് പഠിക്കുന്നോ അത്രയും കാലം മറക്കാൻ പാടില്ലാത്തൊരു തിയറാണ് ബൊൾസാനോ-വയസ്ട്രസ് തിയറം. വേണമെങ്കിൽ അതിനെ ബൊൾസാനോ-വയസ്ട്രസ് തിയറം ഫോർ സീക്വൻസസ് എന്നും പറയാം. കാരണം സെറ്റുകൾക്ക് വേറെ ഒരു ബൊൾസാനോ-വയസ്ട്രസ് തിയറം ഉണ്ട്. അപ്പോൾ എനിവേ ഏറ്റവും വെൽ നോൺ ആയിട്ടുള്ള ഒരു തിയറാണ് ബൊൾസാനോ-വയസ്ട്രസ് തിയറം. ബൊൾസാനോ-വയസ്ട്രസ് തിയറം പറയുന്നത് a bounded sequence of real numbers has a convergent subsequence. You take any bounded sequence of real numbers. Bounded ആയിട്ടുള്ള ഏത് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിന് ഒരു കൺവേർജൻറ്റ് സബ്സീക്വൻസ് ഉണ്ടായിരിക്കും എന്നാണ് ബൊൾസാനോ-വയസ്ട്രസ് തിയറം പറയുന്നത്. പ്രൂഫ് വളരെ സിമ്പിളാണ്. നമ്മൾ മോണോട്ടോൺ കൺവേർജൻസ് തിയറം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം പഠിച്ചു. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബൊൾസാനോ-വയസ്ട്രസ് തിയറത്തിൻ്റെ പ്രൂഫായി. അതായത് ലെറ്റ് സീക്വൻസ് എക്സ് എൻ ബി
എ ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സീക്വൻസ് നമ്മൾ എടുത്തു. നമ്മളിപ്പോൾ പഠിച്ച മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറം പറയുന്നത് എല്ലാ സീക്വൻസിനും മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ബൗണ്ടഡ് ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി ഏത് സീക്വൻസ് എടുത്താലും അതിനൊരു മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന എക്സിനും ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ടാവും. ഓക്കെ, ബൈ മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറം എവരി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഹാസ് എ മൊണോട്ടോൺ സബ്സീക്വൻസ്. ഹെൻസ് നമ്മളിപ്പോൾ എടുത്ത എക്സ് ഓൾസോ ഹാസ് എ മൊണോട്ടോൺ സബ്സീക്വൻസ്. നമ്മളതിനെ എക്സ് പ്രൈം എന്ന് വിളിക്കുന്നു. ഇവിടെ എക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈസ് എ ബൗണ്ടഡ് സീക്വൻസ്. എക്സ് ബൗണ്ടഡ് ആണ്, അതായത് എക്സിന് അപ്പർ ബൗണ്ടും ഉണ്ട് ലോവർ ബൗണ്ടും ഉണ്ട്. ഓക്കെ, മോഡ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആവുന്ന പോലെ ഫോർ ഓൾ എൻ ആവുന്ന പോലെ ഒരു എം നമുക്കുണ്ട്. എക്സിൻ്റെ സബ്സീക്വൻസ് ആണ് എക്സ് പ്രൈം. അങ്ങനെയാണെങ്കിൽ എക്സ് പ്രൈമും ബൗണ്ടഡ് ആയിരിക്കും, കാരണം എക്സ് ബൗണ്ടഡ് ആണ്. അപ്പോൾ അതിൻ്റെ സബ്സീക്വൻസ് ആയിട്ടുള്ള എക്സ് പ്രൈമും ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ എക്സ് പ്രൈം എന്താണെന്ന് നോക്കുക. എക്സ് പ്രൈം ഈസ് മൊണോട്ടോൺ, എക്സ് പ്രൈം ഈസ് ബൗണ്ടഡ്. ഓക്കെ, ഇപ്പം നമുക്ക് മൊണോട്ടോൺ കൺവെർജൻസ് തിയറം എന്താ പറയുന്നത് നോക്കാം. മൊണോട്ടോൺ കൺവെർജൻസ് തിയറം സേസ് ദാറ്റ് a monotone sequence is convergent if and only if it is bounded. ഇൻക്രീസിങ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് സുപ്രീം ആയിരിക്കും, ഡിക്രീസിങ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് ഇൻഫിമം ആയിരിക്കും. ഇതൊക്കെയുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. എ മൊണോട്ടോൺ സീക്വൻസ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ എക്സ് പ്രൈം മൊണോട്ടോൺ ആണ്, ബൗണ്ടഡും ആണ്. അപ്പോൾ അതുകൊണ്ട് അത് കൺവെർജൻ്റ് ആയിരിക്കും. ഓക്കെ, ഹെൻസ് ബോൾസാനോ-വയർസ്ട്രാസ് തിയറം. ഇതിനെ വേറൊരു രീതിയിലും പ്രൂവ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പിന്നീട് സമയം പോലെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ട 2 റിസൾട്ടുകളാണ്. അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തോടു കൂടി എല്ലാവരും ഇത് പഠിക്കുക.